ഗോൾഡ് മെഡലോടെ ഗണിതശാസ്ത്ര ബിരുദം, കമ്പ്യൂട്ടറിനെ തോൽപ്പിക്കുന്ന അക്കൗണ്ടന്റ്, ഒരേ സമയം 4 പേരെ തോൽപ്പിച്ച റെക്കോർഡ്, ഏഷ്യയിലെ ഏറ്റവും മികച്ച വന്യജീവി പരിശീലകൻ, പല വലിയ നദികളും നീന്തി കടന്ന വ്യക്തി. ഇപ്പോൾ ഞാൻ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കാര്യങ്ങളാണ്. സംശയിക്കേണ്ട, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവമല്ല. യോഗി ആദിത്യനാഥിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുതൽ ജീവിതശൈലിയും നേട്ടങ്ങളും ഉൾപ്പെടെയുള്ള ഒരു സന്ദേശം സോഷ്യൽ മീഡിയയുടെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണപ്പെടുന്നുണ്ട്. ഇതെല്ലാം രാജ്യം മുഴുവൻ വൈറലാണ്. യോഗി ആദിത്യനെക്കുറിച്ചുള്ള വൈറൽ സന്ദേശത്തിലെ ഏറ്റവും വാസ്തവം എന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സുപ്രഭാതം ഫാക്ട് ചെക്ക്. രാജ്യത്ത് ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി പദവിയിലെത്തുന്നവരെ ഗോരഖ്പൂരിലെ വിവാദ BJP MP എന്ന് മുഖ്യധാര മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച യോഗി ആദിത്യനാഥ് ഇന്ന് നരേന്ദ്രമോദിക്ക് ശേഷം BJPയുടെ പ്രധാനമന്ത്രി മുഖമായേക്കുമെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ്. തീവ്ര വിദ്വേഷ പരാമർശങ്ങളിലൂടെ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചാണ് യോഗി ആദിത്യനാഥ് BJPയുടെ പ്രധാന ഇലക്ഷൻ ക്യാമ്പയിനറായി മാറിയത്. അതുവഴി UP മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും പിന്നീട് അദ്ദേഹം ചുവടുവെച്ചു. ഗോരഖ്പൂരിലെ വിവാദ BJP MP എന്ന വിശേഷണം ഇന്ന് മാധ്യമങ്ങൾ യോഗിക്ക് നൽകുന്നില്ല. പകരം പരസ്യങ്ങളിലൂടെ UPയെയും യോഗിയെയും വികസന പുരുഷനായി സംഘപരിവാർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായാണ് വാസ്തവവുമായി ബന്ധമില്ലാത്തതും പകുതി സത്യങ്ങളുമെല്ലാം കൂട്ടിയോജിപ്പിച്ച് നിരവധി സന്ദേശങ്ങളും കുറിപ്പുകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പുതിയതാണ് ഗണിതശാസ്ത്രത്തിൽ ഗോൾഡ് മെഡലോടെ ബിരുദം നേടുകയും ഗൂർഖ റെജിമെൻറ്റിൻ്റെ ആത്മീയ നേതാവാവുകയും ഒരേ സമയം 4 പേരെ തോൽപ്പിച്ച ആയോധന കലയിലെ മിടുക്കനാണ് യോഗി എന്നുമൊക്കെയുള്ള വൈറൽ കുറിപ്പുകൾ പറക്കുന്നത്. പോസ്റ്റിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ്, മലയാളം പതിപ്പ് എന്നിവയെല്ലാം കറങ്ങി നടക്കുന്നുണ്ട്. ചില പോസ്റ്റുകൾ വ്യാജമാണെന്ന് മെറ്റ തന്നെ അടയാളപ്പെടുത്തിയിട്ടുമുണ്ട്, ചിലത് നീക്കം ചെയ്തിട്ടുമുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കാവ്യ വസ്ത്രം ധരിക്കുകയാണെന്ന് പലരും കരുതുന്നു. അതുകൊണ്ട് ആണ് ഒരാൾ സന്യാസി. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് വെളിച്ചത്തിൽ വന്ന വസ്തുതകൾ ഇവയാണ്. ഇവ തീർച്ചയായും വായിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാണ് സന്ദേശം തുടങ്ങുന്നത്. യഥാർത്ഥ പേര് അജയ് മോഹൻ ബിഷ്ത. വിരമിച്ചതിന് ശേഷം യോഗി ആദിത്യനാഥ്. പ്രായം 50 വയസ്സ്. ജന്മസ്ഥലം പഞ്ചൂർ ഗ്രാമം, ഗർവാൾ, ഉത്തരാഖണ്ഡ്. ഉത്തർപ്രദേശ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന മാർക്ക്, അതായത് 100% HNB ഗർവാൾ യൂണിവേഴ്സിറ്റിയിൽ ഗണിതശാസ്ത്രത്തിൽ ഗോൾഡ് മെഡലോടെ BSc മാത്തമാറ്റിക്സ് പാസ്സായ ഗണിതശാസ്ത്ര വിദ്യാർത്ഥിയാണ് യോഗിജി. ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും പഴയ ഗൂർഖ റെജിമെൻറ്റിൻ്റെ ആത്മീയ നേതാവായിരുന്നു അദ്ദേഹം. യോഗിയെ ഗുരുവായി ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം യോഗി അനുയായികൾ നേപ്പാളിലുണ്ട്. ആയോധന കലകളിൽ മികവ് പുലർത്തുന്നു. ഒരേ സമയം 4 പേരെ തോൽപ്പിച്ചതിൻ്റെ റെക്കോർഡ്. ഉത്തർപ്രദേശിലെ പ്രശസ്ത നീന്തൽ താരങ്ങൾ, പല വലിയ നദികളും കടന്നു. കമ്പ്യൂട്ടറുകളെ പോലും വെല്ലാൻ കഴിവുള്ള ഒരു അക്കൗണ്ടിംഗ് വിദഗ്ധൻ. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞ ശകുന്തള ദേവിയും യോഗിജിയെ പ്രശംസിച്ചു. രാത്രിയിൽ 4 മണിക്കൂർ മാത്രം ഉറങ്ങുന്നു. ദിവസവും പുലർച്ചെ 3:30 അവൻ ഉണരും. യോഗ, ധ്യാനം, കോസാലം, ആരതി, പൂജ എന്നിവ ദിനചര്യയാണ്. ദിവസത്തിൽ 2 നേരം മാത്രം കഴിക്കുക. തികച്ചും സസ്യാഹാരം. ഭക്ഷണത്തിൽ കിഴങ്ങുവർഗ്ഗങ്ങൾ, വേരുകൾ, പഴങ്ങൾ, നാടൻ പശുവിൻ്റെ പാല് എന്നിവ ഉൾപ്പെടുന്നു. ഇതുവരെ ഒരു കാരണവശാലും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. ഏഷ്യയിലെ ഏറ്റവും മികച്ച വന്യജീവി പരിശീലകരിൽ ഒരാളാണ് യോഗി. വന്യജീവികളോട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. MP അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പുള്ള അതേ പദവിയിൽ തന്നെയാണ് യോഗിജിയുടെ കുടുംബം ഇപ്പോഴും ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സന്യാസം കഴിച്ചതിന് ശേഷം ഒരിക്കൽ മാത്രമേ യോഗി വീട്ടിൽ വന്നിട്ടുള്ളൂ. യോഗിക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഭൂമിയോ വസ്തുവോ ഇല്ല. ചെലവുകളൊന്നുമില്ല. സ്വന്തം ശമ്പളത്തിൽ നിന്ന് ഭക്ഷണവും വസ്ത്രവും ചിലവഴിക്കുകയും ബാക്കി പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതാണ് യോഗി ആദിത്യനാഥിൻ്റെ പ്രൊഫൈൽ. യോഗിജി ഉറങ്ങുന്ന മുറിയിൽ AC-യോ റൂം കൂളറോ ഇല്ല, സീലിംഗ് ഫാൻ മാത്രം. യോഗിജി ഉറങ്ങുന്നത് മരക്കട്ടിലിൽ പുതപ്പും പായയും വിരിച്ച്. മുകളിൽ ഡൺലോപ്പോ കുഷ്യൻ തലയണയോ ഇല്ല. ഇതാണ് പ്രചരിക്കുന്ന യോഗി ആദിത്യനാഥ് എന്ന പഴയ ഗോരഖ്പൂരിലെ വിവാദ BJP MPയുടെ നിലവിലെ മുഖ്യമന്ത്രിയുടെ, ഭാവിയിലെ പ്രധാനമന്ത്രിയുടെ തള്ളൽ പ്രൊഫൈൽ. ഈ സന്ദേശത്തിൻ്റെ വാസ്തവം എന്താണെന്ന് നമ്മൾ നോക്കാം. യോഗി ആദിത്യനാഥ് ഇന്ത്യൻ സൈന്യത്തിലെ ഗൂർഖ റെജിമെൻറ്റിൻ്റെ ആത്മീയ നേതാവാണെന്നോ ഗണിതശാസ്ത്രത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവാണെന്നോ ഉള്ള വാദത്തെ പിന്തുണയ്ക്കുന്നതിന് തെളിവുകളൊന്നും തന്നെയില്ല.
നേപ്പാളിലെ യോഗി പിന്തുണക്കാരുടെ ഒരു വലിയ കൂട്ടം അദ്ദേഹത്തെ ഗുരുവായി ആരാധിക്കുന്നുണ്ടെന്നോ ഏഷ്യയിലെ ഏറ്റവും മികച്ച വന്യജീവി പരിശീലകനായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെന്നോ തെളിവുകൾ ഒന്നും തന്നെയില്ല. ഇത് ശരിവെക്കുന്ന രേഖകളുമില്ല. യോഗി ആദിത്യനാഥിൻ്റെ ദിനചര്യയും ശീലങ്ങളെയും കുറിച്ചുള്ള ചില ഭാഗികമായ വിശദാംശങ്ങൾ ശരിയാണെങ്കിലും പോസ്റ്റിലെ ബാക്കി വിവരങ്ങൾ തെറ്റാണ്. പോസ്റ്റിൽ ഉന്നയിച്ച അവകാശവാദം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഇന്ത്യ ടുഡേയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിശദമായി പരിശോധിച്ചാൽ സന്ദേശത്തിൽ നൽകിയതുപോലെ യോഗിയുടെ ശരിയായ പേരും ജനനസ്ഥലവും തീയതിയും സംബന്ധിച്ച വിവരങ്ങൾ ശരിയാണ്. ഹേമാവതി നന്ദൻ ബഹുഗുണ ഗർവാൾ സർവകലാശാലയിൽ അഥവാ HNBയിൽ നിന്നാണ് അദ്ദേഹം BSc മാത്തമാറ്റിക്സ് പൂർത്തിയാക്കിയത് എന്നും ശരിയാണ്. എന്നാൽ ഗണിതശാസ്ത്രത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവാണെന്ന അവകാശവാദം ശരിയല്ല. അതുപോലെ ഇന്ത്യൻ ആർമി റെജിമെൻറ്റിന് ആത്മീയ നേതാവുണ്ടെന്നതിനും രേഖകളൊന്നും തന്നെയില്ല. യോഗി ആദിത്യനാഥിൻ്റെ ജീവിതത്തെക്കുറിച്ച് വിവരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമായ ദി മോങ് ഹൂ ബിക്കെയിം ചീഫ് മിനിസ്റ്ററിൽ പോലും ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നില്ലെന്നും സുപ്രഭാതം ഫാക്ട് ചെക്ക് യൂണിറ്റ് മനസ്സിലാക്കിയിട്ടുണ്ട്. BJPയെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതുകയും സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ശാന്തനു ഗുപ്തയാണ് ഈ പുസ്തകം എഴുതിയത്. കുറിപ്പിൽ അവകാശപ്പെടുന്ന പോലുള്ള വിശേഷണങ്ങളും നേട്ടങ്ങളും യോഗി ആദിത്യനാഥിന് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും യോഗിയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ശാന്തനു ഗുപ്ത ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. പിന്നീട് UPയെ മാറ്റിമറിച്ച സന്യാസി എന്ന പേരിലും കഴിഞ്ഞ വർഷം മോദിക്ക് വോട്ട് ചെയ്യാനുള്ള 101 കാര്യങ്ങൾ എന്ന പേരിലും ഗുപ്ത പുസ്തകങ്ങൾ എഴുതുകയുണ്ടായിരുന്നു. ഇവയിലൊന്നിലും തന്നെ ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നില്ല. ഒഴിവു സമയങ്ങളിൽ ബാഡ്മിൻ്റനും നീന്തലും ആസ്വദിക്കാറുണ്ടായിരുന്നുവെന്ന് യോഗി ആദിത്യനാഥ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാലും ആയോധന കല വിദഗ്ധനാണ് യോഗി എന്ന അവകാശവാദത്തെ പിന്തുണക്കുന്ന രേഖകളൊന്നും തന്നെയില്ല. ദ മോങ് ഹൂ ബിക്കെയിം ചീഫ് മിനിസ്റ്റർ എന്ന പുസ്തകത്തിൽ ദിവസവും യോഗി പുലർച്ചെ 3 മണിക്ക് ഉണരുകയും യോഗ പരിശീലിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സാധ്യമാകുമ്പോഴെല്ലാം യോഗി പശുവിനെ പരിപാലിക്കുന്നുണ്ടെന്നും പറയുന്നു. എന്നാലും ഏഷ്യയിലെ ഏറ്റവും മികച്ച വന്യജീവി പരിശീലകനായി യോഗി അംഗീകരിക്കപ്പെട്ടുണ്ടോ എന്നുള്ളതിന് വ്യക്തമാക്കുന്ന ഒരു രേഖയോ തെളിവുകളോ ഒന്നും തന്നെയില്ല. രോഗിയെ ഗുരുവായി ആരാധിക്കുന്ന ഒരു വലിയ കൂട്ടം അനുയായികൾ നേപ്പാളിലുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിനും തെളിവുകളൊന്നും തന്നെ ലഭ്യമല്ല. സന്ദേശത്തിൽ പറഞ്ഞതുപോലെ യോഗി ആദിത്യനാഥ് മികച്ച അക്കൗണ്ടിംഗ് വിദഗ്ധനാണെന്നതിനും രേഖകളില്ല. മാത്രമല്ല മനുഷ്യ കമ്പ്യൂട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്ന ശകുന്തള ദേവി യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയാകുന്നതിന് 4-5 വർഷം മുമ്പ് തന്നെ മരിച്ചിട്ടുണ്ട്. ഈ കുറിപ്പ് ഉണ്ടാക്കിയ ആൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. 2013 ശകുന്തള ദേവി മരിച്ചെന്നും 2017 യോഗി മുഖ്യമന്ത്രിയായി എന്ന കാര്യവും. ഫാക്ട് ചെക്ക് ഫലം പരിശോധിക്കുകയാണെങ്കിൽ ചുരുക്കത്തിൽ യോഗി ആദിത്യനാഥിനെ കുറിച്ചുള്ള വൈറൽ കുറിപ്പിൽ പറയുന്ന ബഹുഭൂരിഭാഗം കാര്യങ്ങളും തെറ്റാണ്. ജീവിത രീതിയും ജനനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ശരിയാണെങ്കിലും അക്കാദമിക് ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ശരിയല്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളിലെ വാസ്തവം അറിയുന്നതിനായി അവ സുപ്രഭാതം ഫാക്ട് ചെക്ക് യൂണിറ്റിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. അയക്കേണ്ട നമ്പർ 8547425261.